നമസ്കാരം. മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം എന്ന് പല മഹാൻ ആത്മാക്കളും നമ്മോട് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അതായത് മറ്റുള്ളവരോട് പൊറുക്കണം, ക്ഷമിക്കണം. കാരണം ഈ ഉപദേശങ്ങൾ നൽകുന്ന അറിവുള്ള, ജ്ഞാനമുള്ള വ്യക്തികൾക്ക് അറിയാം, നമ്മൾ ഒരാളോട് ക്ഷമിച്ചില്ല എങ്കിൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. തെറ്റ് ചെയ്യാത്തതായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. മറ്റൊരാൾ ചെയ്ത തെറ്റ്, അത് വിശ്വാസവഞ്ചനയാകാം, ഇല്ലെങ്കിൽ ധനപരമായി നമ്മളെ പറ്റിച്ചതാകാം, കള്ളം പറഞ്ഞതാകാം. ഏത് രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കുമ്പോഴും നിങ്ങളത് ക്ഷമിക്കണം, മറക്കണം. ഫോർഗീവ് ആൻഡ് ഫർഗെറ്റ് എന്ന് നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന നന്മയുടെ ഉപദേശമാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാണല്ലോ നമ്മളെ എല്ലാവരെയും, മുതിർന്നവരും നമ്മുടെ ധർമ്മങ്ങളുമൊക്കെ പഠിപ്പിച്ചു വരുന്നത്. പക്ഷെ പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു വാചകമാണ്, എനിക്ക് എന്നോടൊരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. ഞാൻ ചെയ്ത ഈ തെറ്റിന് എനിക്ക് എന്നോട് ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല. അതെ, ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് മാപ്പ് കൊടുക്കാറില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൂടെ തെറ്റ് ചെയ്ത ഒരാളുണ്ട്. നമ്മൾ അവരോട് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ആ തെറ്റുകൾ തിരുത്താതിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഉള്ള ജീവിതം എത്ര ദുഷ്കരമായിരിക്കും. വേറൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അവരിൽ നിന്നും മാറി നിൽക്കാം. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടലാണ്. അതുകൊണ്ട് അവരെ കോൺഫ്രണ്ട് ചെയ്യാതെ, അവരെ അഭിമുഖീകരിക്കാതെ ഒഴിഞ്ഞു മാറാം. ഇതൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷെ സ്വയം നമുക്ക് നമ്മളിൽ നിന്നും ഒളിച്ചോടാൻ സാധിക്കുമോ? അതുകൊണ്ട് ആദ്യം നമ്മൾ ക്ഷമിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. എത്ര വലിയ ഒരു തെറ്റാണ് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയത് എങ്കിൽ പോലും വീണ്ടും അത് ആവർത്തിക്കാതെ നോക്കാം എന്നതല്ലാതെ നമ്മൾ നമ്മോട് ക്ഷമിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയോ? വീക്കായ ഒരു സോളിൽ നിന്നാണ് ഈ തെറ്റുകൾ സംഭവിക്കുന്നത്. ശക്തിക്കുറവാണ് നമ്മളിലൂടെ തെറ്റുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ക്ഷമിക്കാനുള്ള ശക്തിയുടെ കുറവ്, സഹിക്കുവാനുള്ള ശക്തിയുടെ കുറവ്, അതേപോലെ ലോകത്തിലുള്ള പലതരം ആകർഷണങ്ങളിൽ നമ്മൾ പെട്ടുപോകുന്നു, വ്യക്തികളുടെ, വസ്തുക്കളുടെ. അപ്പോൾ സ്വയത്തിന്റെ മേൽ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ തെറ്റുകൾ സംഭവിക്കുന്നത്. സ്വയത്തിന്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് ശക്തി വേണം, സ്വപരിവർത്തനം വരുത്തുവാനായി. ശക്തിഹീനമായ ഒരാൾക്ക് എങ്ങനെ ഈ തെറ്റിന്റെ ഭാരം മനസ്സിൽ പേറി നിൽക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ പരിവർത്തനപ്പെടുവാൻ സാധിക്കും? ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ നമ്മോട് ക്ഷമിച്ചില്ല എങ്കിൽ നമ്മളിൽ നിന്നും വീണ്ടും വീണ്ടും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ആ ചെയ്ത മിസ്റ്റേക്ക് ആവർത്തിക്കില്ലായിരിക്കും, പക്ഷെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ നമ്മളിൽ നിന്നും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യത്തെ പടിയായി നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് സ്വയം മാപ്പ് കൊടുക്കാം. അത് സ്വയം നമ്മൾ നമ്മോടൊപ്പം ഒന്നിരുന്ന് സംസാരിക്കുക. ഏതുപോലെ നമ്മുടെ കൂടെയുള്ള കുട്ടിയോ സ്റ്റാഫോ സുഹൃത്തുക്കളോ ഒക്കെ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമ്പോൾ നമ്മൾ അവരോടൊപ്പം ഇരുന്ന് ഉപദേശിച്ചു കൊടുക്കാറുണ്ടല്ലോ. അതേ സംസാരം സ്വയത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ആ തെറ്റ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഏതെങ്കിലുമൊക്കെയുള്ള വസ്തുക്കളോടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളോടുള്ള പുറം ലോകത്തേക്കുള്ള ആകർഷണമായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും സ്വയം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണെന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. അതൊരു വലിയ സൈക്കോളജിയാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും സ്വയം നഷ്ടമുണ്ടാക്കുന്ന ഒന്നും ചെയ്യുവാൻ ആഗ്രഹമുണ്ടാവില്ല. എല്ലാവർക്കും ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും എല്ലാ രീതിയിലും ലാഭങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു തെറ്റ് സംഭവിച്ചാൽ എന്താണ് നഷ്ടം എന്നുള്ളത് സ്വയത്തെ ബോധ്യപ്പെടുത്താൻ,
അതോടൊപ്പം ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ്, ഏതൊരു തെറ്റാണോ സംഭവിച്ചത്, നമ്മുടെ വായിൽ നിന്നും അനാവശ്യമായ വാക്കുകൾ എന്തെങ്കിലും വന്നുപോയോ, ഇല്ലെങ്കിൽ നമ്മളിൽ എന്തെങ്കിലും അഡിക്ഷൻ ആണുള്ളത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാചകങ്ങളായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഞാൻ ആരോടെങ്കിലും ഉറക്കെ സംസാരിച്ചു, അതാണ് എന്നിൽ നിന്നും പറ്റിയ തെറ്റ്, മുതിർന്നവരോട് അങ്ങനെ സംസാരിച്ചു, അതെനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ മിതഭാഷിയാണ്. ആരെങ്കിലും സഹായിക്കാനുള്ള മനസ്ഥിതി കുറവാണ് എന്നിൽ നിന്നും വന്നതെങ്കിൽ ഞാൻ ഉദാര മനസ്കനാണ്. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ. ഇങ്ങനെ നമ്മളിൽ നിന്നും എന്ത് തെറ്റാണോ സംഭവിച്ചത് അതിനൊരു 4-5 അഫർമേഷൻസ് നമ്മളൊരു കടലാസിൽ എഴുതി അത് രാവിലെ മുതൽ രാത്രി വരെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ പല സംസ്കാരങ്ങളും അനേക വർഷങ്ങളായി ചെയ്ത് വളരെ കടുത്തതായി മാറിയിരിക്കുന്നു. സാഹചര്യങ്ങൾ എവിടുന്നെങ്കിലും ഉത്തേജനമായിട്ട് വരുമ്പോൾ ഈ സംസ്കാരങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ആ തെറ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ദേഷ്യം വരുന്ന ഒരാൾക്ക് ഞാൻ ശാന്തചിത്തനാണ്. ആരുടെങ്കിലും വെറുപ്പാണ് നമ്മളെ കാർന്നു തിന്നുന്നതെങ്കിൽ ഞാൻ സ്നേഹം നിറഞ്ഞ ആത്മാവാണ്. ഇങ്ങനെ എന്ത് തെറ്റാണോ നമ്മൾ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാനെന്ന് അങ്ങ് വിഷ്വലൈസ് ചെയ്ത് തുടങ്ങും. ഇത് നമ്മൾ ഒരു ദിവസം മുഴുവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ മേൽ അറ്റൻഷൻ ഉണ്ടാകും. തെറ്റുകൾ സംഭവിക്കുന്നത് നമ്മളിൽ നിന്ന് കുറയും. തെറ്റുകൾ കുറയുമ്പോൾ നാച്ചുറലായിട്ട് ശരികൾ കൂടിക്കോളും. അങ്ങനെ നമുക്ക് മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കാൻ സാധിക്കും. രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസം സംഭവിച്ച എല്ലാ കണക്കുകളും ഈശ്വരന് നൽകുക. മനസ്സുകൊണ്ടൊന്ന് സംസാരിച്ചാൽ മതി ഈശ്വരന്റെ അടുത്ത്. അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നേരത്തെ 10 പ്രാവശ്യം തെറ്റ് പറ്റിയിരുന്നിടത്ത് ഇന്ന് 5 പ്രാവശ്യമായിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയാണ്. അത്രയും മാറ്റം നമ്മളിൽ കൊണ്ടുവരാൻ സഹായിച്ചതിന് ഈശ്വരനും മറ്റുള്ളവർക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ലാഘവത്തോടു കൂടിയ മനസ്സോടുകൂടി സുഖമായി നമുക്ക് ഉറങ്ങാം. അതുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകളോട് നമുക്കും ക്ഷമിക്കാം. അതായത് ഈ ഒരു നിമിഷം വരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതിനെല്ലാം മാപ്പ് കൊടുത്തിട്ട് ഈ നിമിഷം വീണ്ടും പുതിയൊരു വ്യക്തിയായിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ മറ്റുള്ളവർക്ക് സ്വയം ക്ഷമിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കാനാവും. കാരണം സ്വയത്തെ നമുക്ക് മനസ്സിലാകുമ്പോൾ മറ്റുള്ളവരും എന്തുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. നമുക്ക് എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. നന്ദി, നമസ്കാരം.